ഞാൻ ഒരു വീഡിയോയുമായി യൂട്യൂബിൽ വരുന്നത് ഏതെങ്കിലും ഒരു കൃത്യമായ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ഗൗരവതരമായൊരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഏതെങ്കിലും സിനിമാ നടി അവയവഗർഭം ധരിച്ചു, ഏതെങ്കിലും സിനിമാ നടൻ ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചു, ഇത്തരം വിവരങ്ങളൊന്നും സംസാരിക്കുവാൻ വേണ്ടിയല്ല ഞാനിത് ഉപയോഗിക്കുന്നതിനുള്ള സമയവും എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ വീഡിയോകൾ വൈറൽ ആകുന്നില്ല എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. വൈറലാകണമെന്ന നിർബന്ധവും എനിക്കില്ല. 1986 ഏപ്രിൽ മാസത്തിൽ ഞാൻ കേരളകൗമുദിയിൽ എഴുതിയ ചൂരൽമലയെ രക്ഷിക്കുക എന്ന ഒരു ലേഖനം, അതിനുശേഷം പുത്തുമല ദുരന്തം നടന്നപ്പോൾ അതിനെക്കുറിച്ചും അതിൽ സംസാരിച്ചിരുന്നു. പുത്തുമല ദുരന്തം നടന്നപ്പോൾ പോലും വൈറലായില്ല. പക്ഷേ ചൂരൽമലയിൽ ആ ദുരന്തം സംഭവിച്ച ഉടൻ അത് വൈറലായി. എല്ലാ ചാനലുകളും എന്നെ സമീപിച്ചു, വീട്ടിൽ വന്നു, സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു, കുറേ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തു. ഒടുവിൽ ഈ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഫലപ്രദമായ കാര്യങ്ങളാണെന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ഒന്നാമത്തെ കാരണം, ഈ ആങ്കർമാർക്കും ഈ ഓരോ ചാനലുകൾക്കും അവരുടേതായ ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തെ ഗൗരവതരമായി അവതരിപ്പിച്ചാൽ, ഉദാഹരണത്തിന് ചൂരൽമലയെ സംബന്ധിച്ച് എന്നെ ഒരു ചാനൽക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് ഞാനിവിടെ ചെന്ന് അവരാദ്യം ചോദിച്ച ചോദ്യം ചൂരൽമലയിലെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസത്തെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒറ്റ ചോദ്യം, ഈ ഭൂമി, പുനരധിവാസത്തിന് ആവശ്യം ഭൂമിയാണ്. വീട് വെച്ച് കൊടുക്കണമെന്ന് ഒരാൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഗവൺമെൻറ്റിനാണെങ്കിലും ഭൂമി ആവശ്യമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഭൂമി കണ്ടെത്തിയിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ചൊരു മാസ്റ്റർ പ്ലാൻ കയ്യിലുണ്ടോ? ഈ ഭൂമി കണ്ടെത്തിയാൽ തന്നെ അത് മറ്റ് നിയമപരമായ നൂലാമാലകളൊന്നുമില്ലാതെ സാധിച്ചു കൊടുക്കുന്നതിന്, അനുവദിച്ച് കൊടുക്കുന്നതിന് ഉള്ള ഒരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കുമോ എന്ന ചോദ്യം ചോദിച്ചു. അവിടെ തീർന്നു ചർച്ച, എൻ്റെ ചർച്ച. കാരണം അസുഖകരമായ ചോദ്യങ്ങളൊന്നും ഒരു ചാനലുകാരനും ഗവൺമെൻറ്റിനെതിരെ ഒന്നും ചോദിക്കുന്നത് ഇഷ്ടമല്ല. പൊതുവിൽ എങ്ങും തൊടാത്ത കുറേ കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, 86 ഞാൻ എഴുതിയ ഒരു ലേഖനം വൈറലാകുന്നതിന് 36 വർഷം വേണ്ടി വന്നു എങ്കിൽ ഈ വൈറലാവുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള രസതന്ത്രം എന്നാണ് ആളുകൾ ആലോചിക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഇറക്കിയ വീഡിയോയിലും വളരെ ഗൗരവതരമായൊരു വിഷയമാണ് അവതരിപ്പിച്ചിരുന്നത്. ബംഗ്ലാദേശിലെ വംശഹത്യയും വഖഫ് ബോർഡിൻ്റെ വസ്തു കൈയേറ്റവും തമ്മിലുള്ള ഒരു അടുപ്പം, അത് തങ്ങളിലൊരു താരതമ്യം ചെയ്തുകൊണ്ടൊരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. അതും വളരെയധികം പേരൊന്നും കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വൈറലാവുക എന്നതല്ല എൻ്റെ ലക്ഷ്യം. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ വരുമ്പോൾ ഗൗരവതരമായൊരു കാര്യം സംസാരിക്കുക മാത്രമല്ല, ഗൗരവതരമായി ചിന്തിക്കുന്ന ആളുകളെ ആണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ ദയനീയമെന്ന് പറയട്ടെ, അഥവാ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലുകളിലോ ഒക്കെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാം, ഒരു 80% യാതൊരു അർത്ഥവുമില്ലാത്ത, സത്യസന്ധതയില്ലാത്ത, വായി തോന്നിയത്, അതായത് ആളുകളുടെ സെൻസേഷൻ പിടിച്ചു പറ്റാൻ എന്താണോ ആവശ്യം അത്തരത്തിലുള്ള കുറേ കഥകൾ അടിച്ചു വിടുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങളുടെ പിന്നാലെയാണ് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പോകുന്നത്, വ്യൂവേഴ്സ് പോകുന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരൊറ്റ കാര്യം പറയാനാണ് ഈ യൂട്യൂബ് ഇടുന്നത്. ഇനിയും അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ, കച്ചവട തന്ത്രങ്ങൾ, വൈറൽ തന്ത്രങ്ങൾ, ഇതൊന്നും പ്രയോഗിക്കുന്നതിനൊന്നും എനിക്ക് സൗകര്യമില്ല, സമയവുമില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് കൃത്യമായും ഒരു വിഷയത്തെ നിഷ്പക്ഷമായി അനലൈസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ഒരു വിഷയത്തെ ഗൗരവതരമായി സമീപിക്കുവാൻ താല്പര്യമുള്ളവർ അത് കേൾക്കും, അല്ലാത്തവർ അത് ശ്രദ്ധിക്കുകയില്ല. അവരിങ്ങനെ സെൻസേഷണലായ വാർത്തകൾ, ഏതെങ്കിലും സിനിമാ നടന് ഗർഭം ധരിച്ചുവോ എന്നുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് അവർ നടന്നുകൊള്ളും. എനിക്കതിനൊന്നും സമയമില്ല. സൗകര്യമുള്ളവർ, ഗുണകരമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കണമെന്നുള്ളവർ എൻ്റെ യൂട്യൂബ് ഇന്നല്ലെങ്കിൽ നാളെ, എൻ്റെ ലേഖനം വൈറലാകുന്നതിന് 36 വർഷം എടുത്തതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ശ്രദ്ധിക്കപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ്. അത് മതി, അത്രയേ ഞാൻ പ്രതീക്ഷിക്കുന്നു.